ഓക്സിജൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ചെടികളിൽ നിന്ന്, ആൽഗയിൽ നിന്ന്, പ്ലാങ്ക്ടണിൽ നിന്ന്, റോക്സിൽ നിന്ന്. യെസ്, നമ്മൾ പോലും അറിയാതെ ഭൂമിയുടെ ഒരു അറ്റത്ത് കൂറ്റാക്കൂറ്റിട്ട് ഓക്സിജൻ ഉണ്ടാവുന്നുണ്ട്. നോ പ്ലാന്റ്സ്, നോ സൺലൈറ്റ്, നോ ലൈഫ്, ജസ്റ്റ് റോക്സ് ബ്രീത്തിങ്. ഡീപ്പ് ഇൻസൈഡ് ദ പസഫിക് ഓഷൻ സർഫസ് 4 കിലോമീറ്റർ താഴെ ക്ലാരിയൻ ക്ലിപ്റ്റൺ എന്ന് പറഞ്ഞൊരു സോണിലുണ്ട്. ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ എംപ്റ്റി ആണെന്ന് തോന്നുമെങ്കിലും ഇതിൽ നിറയെ പോളിമെറ്റാലിക് നൂഡ്യൂൾസ് എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇനി ഇതിനകത്തെന്താ? മാഗ്നീഷ്യം, കോപ്പർ, നിക്കൽ, കൊബാൾട്ട് പോലുള്ള ലോഹങ്ങൾ കൊണ്ട് നിറഞ്ഞതുമാണ്. ആൻഡ് അതിനകത്തോ ഹിഡൻ ട്രഷർ. ഇതുവരെ സയന്റിസ്റ്റ് വിചാരിച്ചിരുന്ന ഓക്സിജൻ പ്രൊഡക്ഷൻ 2 രീതിയിലായിരുന്നു. ഒന്നാമത്തത് ഫോട്ടോസിന്തസിസ്, അതായത് പ്ലാന്റ്സ് അല്ലെങ്കിൽ മൈക്രോബ്സ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന പ്രൊഡക്ഷൻ വഴിയുള്ള ഓക്സിജൻ, അല്ലെങ്കിൽ ഫോട്ടോലിസിസ്, അതായത് അറ്റ്മോസ്ഫിയർ ബ്രേക്ക് ഡൗൺ ആവുന്ന ഓക്സിജൻ. ഇങ്ങനെയുള്ള 2 മെത്തേഡാണ് സയന്റിസ്റ്റ് വിചാരിച്ചിരുന്നത്. അപ്പോഴാണ് സയന്റിസ്റ്റ് കണ്ടുപിടിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ നൂഡിൽസിൽ നിന്ന് ഓക്സിജൻ ഉണ്ടാവുന്നുണ്ടെന്ന്. അതായത് സൺലൈറ്റോ പ്ലാന്റ്സോ ഒന്നുമില്ലാതെ കൂറ്റാക്കൂറ്റിരുട്ടിൽ എക്സ്ട്രീം ഡാർക്ക് കണ്ടീഷനിൽ ഉണ്ടാകുന്ന ഈ ഓക്സിജനെ അവർ ഡാർക്ക് ഓക്സിജൻ എന്ന് വിളിച്ചു. ബേസിക്കലി ഓക്സിജൻ മീൻസ് സൺലൈറ്റ്, ഓക്സിജൻ മീൻസ് ലൈഫ്. സോ നമ്മളിപ്പോ ഇങ്ങനെ ഇത്ര അടിയിൽ ഇരുട്ടത്ത് സൺലൈറ്റോ ജീവോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഓക്സിജൻ കണ്ടുപിടിച്ച് സ്ഥിതിക്ക് വാട്ട് ഡസ് ഇറ്റ് മീൻ? ഇസ് ഇറ്റ് ഓൾസോ ലൈഫ്? നോ. ഈ കളികൾ നമ്മളോട് വേറൊരു കഥയാണ് പറയുന്നത്. ഈ നൂഡിൽസ്, ഏത് നൂഡിൽസ്? നമ്മൾ നേരത്തെ പറഞ്ഞ നൂഡിൽസ് ബേസിക്കലി റേഡിയോ ആക്റ്റീവായ തോറിയം, പൊട്ടാസ്യം 40 അഥവാ യുറാനിയം പോലുള്ള സാധനങ്ങളുണ്ട്. ഇവരുടെ ഹൈ റേഡിയോ ആക്ടിവിറ്റി കാരണം വാട്ടർ ലൈറ്റ്സ് ടു ബ്രേക്ക് ഡൗൺ ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആവുന്നു. സോ ബേസിക്കലി നോ ലൈറ്റ്, നോ ലൈഫ്, നോ സൺലൈറ്റ്, ജസ്റ്റ് പ്യുവർ ഫിസിക്സ്. ആൻഡ് ദിസ് ഇസ് കോൾഡ് റേഡിയോലിസിസ്. സോ ദിസ് ബേസിക്കലി ചേഞ്ചസ് എവറിത്തിങ്. സോ നമ്മൾ ഇതുവരെ വിചാരിക്കാത്ത പല സ്ഥലത്തും നമുക്ക് വേണമെങ്കിൽ ഓക്സിജൻ കാണാം. ദൂരെ മണ്ണിനടിയിലോ കടലിനടിയിലോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത എങ്ങോ ദൂരെ കിടക്കുന്ന പ്ലാനറ്റ്സിലോ മൂൺസിലോ സ്റ്റാർസിലോ വരെ. അങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എവിടുന്നെങ്കിലും ഓസ്ട്രോണോമേഴ്സിന് ഒരു ഓക്സിജന്റെ ഡിറ്റക്ഷൻ കിട്ടിയാൽ അതിനർത്ഥം അവിടെ ലൈഫ് ഉണ്ടാവണം എന്നല്ല. ഈ കല്ലുകളോ നൂഡിൽസോ ആയാലും മതി. ദാറ്റ് കുഡ് ബി ലിറ്ററലി ജസ്റ്റ് റോക്സ് ബ്രീത്തിങ് ഇൻ ദ ഡാർക്ക്. സോ ചിലപ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ മണ്ണിൽ ചെടികളോ മനുഷ്യന്മാർക്കോ മുമ്പേ ആൽഗെ ഇവോൾവ് ആവുന്നതിന് മുമ്പേ, ബേസിക്കലി ജീവൻ ഉണ്ടാവുന്നതിന് മുമ്പ് എവിടെയോ ഒരു കുഞ്ഞു പോക്കറ്റ് ഓഫ് ഓക്സിജൻ ഫോം ആയി കാണാം ആരെയോ കാത്ത്.